വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ അദാനി കമ്പനിക്ക് വേണ്ടി സർക്കാർ വഴിവിട്ട് സഹായം ചെയ്യുകയാണെന്ന ആരോപണത്തെ ബലപ്പെടുത്തിക്കൊണ്ട് 42.9 കോടി രൂപ വിഴിഞ്ഞം തുറമുഖ കമ്പനിക്ക് സർക്കാർ ഒഴിവാക്കി നൽകി. പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടത്തിപ്പ് ചെലവായ 42.9 കോടി രൂപയാണ് തുറമുഖ കമ്പനിക്ക് സർക്കാർ ഒഴിവാക്കി നൽകിയത്. വിഴിഞ്ഞത്ത് അതിജീവനത്തിനായി സമരം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന സർക്കാർ തുറമുഖ കമ്പനിക്ക് വേണ്ടി അമിതാവേശം കാണിക്കുന്നതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവായ 42.90 കോടി രൂപ കമ്പനി അടയ്ക്കണമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ ശുപാർശ. ഇത് മറികടന്നാണ് ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. സാങ്കേതികമായി വിഴിഞ്ഞം തുറമുഖ കമ്പനിക്കാണ് ഇളവ് നൽകുന്നതെങ്കിലും ഇതിന്റെ പ്രയോജനം ആത്യന്തികമായി അദാനി ഗ്രൂപ്പിനാണ് ലഭിക്കുക. ഭൂമി ഏറ്റെടുക്കുന്നതിന് കണക്കാക്കിയിട്ടുള്ള നഷ്ടപരിഹാര തുകയുടെ 30% ഏറ്റെടുക്കൽ നടപടിക്കായി എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവായി സർക്കാരിൽ അടയ്ക്കേണ്ടത്. 4.4628 ഹെക്ടറാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. ഇവിടുത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മാത്രമായി സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ചിരുന്നു. ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതിന് ഉദ്യോഗസ്ഥ ശമ്പളമടക്കമുള്ള ചെലവുകൾ തുറമുഖ കമ്പനിയാണ് നിർവഹിച്ചിരുന്നത്. എന്നാൽ 2020 സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് നിർത്തലാക്കി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിന് പൊതുവായുള്ള സ്പെഷ്യൽ തഹസിൽദാറാണ് സ്ഥലമേറ്റെടുക്കൽ നടത്തിയത്. ഇതിനുള്ള ചെലവ് സർക്കാരാണ് വഹിച്ചതും. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസ, ന്യായമായ നഷ്ടപരിഹാരവും സുതാര്യതയും ചട്ടങ്ങളിൽ പ്രത്യേക കേസായി 42.90 കോടി രൂപ ഇളവ് ചെയ്യാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. തുറമുഖ പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കാതെ, കരാർ ലംഘനം നടത്തിയ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാതെ കമ്പനിക്ക് വഴിവിട്ട ഇളവുകളും സഹായങ്ങളും നൽകുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നേരത്തെ ബദ്ധവൈരികളെന്ന് പറയപ്പെടുന്ന BJPയുമായി ചേർന്ന് CPM തുറമുഖ കമ്പനിക്ക് വേണ്ടി നടത്തിയ സമരവും ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. ഷെക്കേന ന്യൂസ്, തിരുവനന്തപുരം.